സ്പോട്ടാട്ടോ. കുറച്ചും കൂടെ നല്ല സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെമ്പല്ലി പോലത്തെ മുതലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പുലിക്കുട്ടികളെ നമ്മളിത് ഇന്ന് വന്നേക്കണ സ്പോട്ടാട്ടോ. കുറച്ചും കൂടെ അങ്ങ് പോകണം എന്തായാലും. അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് വന്നാണ് ഏരിയ ആട്ടോ ഈ കാണുന്നത്. ഉണ്ടോ, അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് തകർക്കാം. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. ഓക്കെ, നമുക്ക് ആ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ അതെ നമ്മൾ വന്നേക്കണ സ്പോട്ടാട്ടോ. നല്ല കംപ്ലീറ്റ് കാടാട്ടോ. ഇത് കണ്ടോ, ചുറ്റും ഞാനൊന്ന് കാണിച്ചു തരാം. മൊത്തം കാടാണ്. അപ്പോൾ ഇങ്ങനെ കാട്ടിലൊക്കെ വരുമ്പോൾ അതായത് നമ്മൾ കമ്പൂട്ട് ഉപയോഗിക്കണം. അതേ കണ്ടോ, അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ കാലേലും കിടക്കുന്നുണ്ട്, കാണാൻ പറ്റുള്ളേ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാടുകളിലൊക്കെ വരുമ്പോൾ എന്തായാലും കമ്പൂട്ട് ഉപയോഗിക്കണം. അപ്പോൾ നല്ല ക്ലൗഡി ക്ലൈമറ്റ് ആയതുകൊണ്ട് പാമ്പിൻ്റെയൊക്കെ ശല്യങ്ങൾ ഒത്തിരി ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നമ്മുടെ കെയർഫുൾ ആയിരിക്കണം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും എവിടെ പോയാലും നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു കളിക്ക് നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് അത്ര കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത്, ഇങ്ങനെ കാടും പുല്ലുള്ള സ്ഥലത്ത് എന്തായാലും എല്ലാവരും നിസ്സാര കേസ് രൂപയുള്ളൂ, 500 രൂപ അടുത്ത് ഉള്ളൂ ആ സാധനത്തിന്. പക്ഷെ നമ്മളെ ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. കൊണ്ടുനടക്കാനും നല്ല സുഖം, അത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഹണ്ടിങ്ങിലേക്ക് പോകാം. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പണിത് ഒരു തെറ്റാരി ഉപയോഗിച്ച് നമ്മുടെ ഒരു സുഹൃത്തിന് കൊടുത്തോണ്ടാണ്. അപ്പോൾ പുള്ളി എനിക്ക് തിരിച്ചു തന്നു, ചേട്ടാ 2 മീനെ പിടിച്ചതിന് ശേഷം തന്നായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ തെറ്റാരിയും കൊണ്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ബാക്കിലിരിക്കുന്ന കേട്ടോ നമ്മുടെ ഇന്നത്തെ ഹണ്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ് തെറ്റാലി. എൻ്റെ ഗണ്ണല്ല, അത് നമ്മൾ നമ്മുടെ സുഹൃത്തിന് വേണ്ടി പണിതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഏതായാലും ഓക്കെ, ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നല്ല വെയിലൊക്കെ ഉണ്ട്. ഫുൾ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കണേ കേട്ടോ. നല്ല സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിഷിംഗ് ആരോ, ഇതിൻ്റെ റീലിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല. 2 ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. 2 ബെൽറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ദൂരം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി 2 ബെൽറ്റ്. അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ബെൽറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ ഗണ്ണായിട്ടാട്ടോ ഹണ്ടിങ്ങിന് വന്നേക്കണേ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കിക്കാം. ഏതായാലും പുതിയ ഗണ്ണ. ഓക്കേ, ഓക്കെ ഓക്കെ, ബാബാ കൊണ്ടുപോകും അടിച്ചിട്ടോ. ആയ് അടിപൊളി സാധനം കേട്ടോ, ചെമ്പല്ലി പോലെയുള്ള. ആയ് ആഹാ, കിടക്കും പോലെ എന്തൊക്കെയോ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ആയ് ചങ്കൻ ചെമ്പല്ലി പോലത്തെ മുതലാണ് കേട്ടോ. ഓ, എന്നാ കളറാത്. കിട്ടും സാധനം കറക്റ്റായിട്ട്. നല്ല എന്തായാലും അത് പോകില്ല കേട്ടോ നമുക്കപ്പോൾ. ഞാൻ ഒരു കാര്യം പറയാം. അതെ ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് ഇല്ലാത്ത അമ്പാട്ടോ, നാക്കില്ലാത്ത അമ്പ്. വ്യക്തമായി കാണാൻ പാടില്ല. അതെ ഇത് കണ്ടോ, നാക്കില്ലാത്ത അമ്പ. അപ്പോൾ ഇത് ഒത്തിരി തടഞ്ഞുകൊണ്ട് നമ്മളിത് റിലീസ് ചെയ്തെടുക്കുകയാണ്. ഭയങ്കര നല്ല ചെമ്പല്ലി പോലത്തെ മുതലാണ് കേട്ടോ. 1 കിലോൻ്റെ മേളിലുണ്ട് കണ്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ച കട്ട്ലയുടെ അത്രം തന്നെ ഉണ്ട് സൈസ്. അതുപോലെ ഭയങ്കര സാധനം. ഇങ്ങോട്ട് മാറാൻ ഉണ്ടോ. അപ്പോൾ അതെ ഇത് നമ്മുടെ വീഡിയോയിലൊന്നും കാണാത്ത ഒരു തെറ്റാലി ആയിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി വെങ്ങോലയിലുള്ള ഒരു സുഹൃത്തിന് ഉണ്ടാക്കി കൊടുത്താ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ കൊണ്ടുപോയി ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ട് തന്നാ കേട്ടോ, എൻ്റെ റീൽ സീറ്റിംഗ് ഒന്ന് മാറ്റാൻ വേണ്ടി. അപ്പോൾ കൊണ്ടുപോയിട്ട് ഇതേ തിരിച്ചു തന്ന സാധനം ദേ കണ്ടോ, തെറ്റാലിയുടെ പാത്തിയുടെ ഈ വലിപ്പമുണ്ട്. കിട്ടു സാധനം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഗണ്ണ് അവന് ധൈര്യപൂർവ്വം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നമ്മളെന്തായാലും പണിത് കൊടുക്കുകയല്ല, പണിത് ചെക്ക് ചെയ്ത് മീനെ പിടിച്ചിട്ട് നമ്മൾ ആദ്യം സംഭവം കൊടുത്താണ്. അതെ അടിപ്പം മീൻ അണ്ട് 1 കിലോ റേഞ്ച് ഉണ്ട് കേട്ടോ. നല്ല ചെമ്പല്ലി പോലത്തെ നല്ല കളറുള്ള സൈസ് സാധനം. ഓക്കെ, ഫൈൻ അമ്പ്, നാക്കൊന്നുമില്ല കേട്ടോ, ക്ലിയർ തുമ്പ. ഇത് തുറന്ന് വട്ടം കിടന്നിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കിക്കാം.
അപ്പോൾ നമ്മുടെ തെറ്റാലിയുടെ രണ്ടാമത്തെ അടി കൊണ്ടുണ്ട് കേട്ടോ. അതിന്റെ തല പൊളിഞ്ഞു വീണോളൂ. തലയൊക്കെ കയറി പോയിരുന്നോളൂ. ഏറ്റവും നിക്ക് ഇവിടെ ആയി നിറകന്തല വിളിഞ്ഞുണ്ട്. കറക്റ്റ് ഹെഡ് ഷോട്ടാണ് അത്. എടുത്തോ, ചുണ്ടോട് ചേർന്നുള്ള ഭാഗത്താണ്. ചുണ്ടിൻ്റെ അല്ല, ആയി പണ്ട് വീണ്ടും നല്ല പപ്പടം പരിപാടി സാധനം പറഞ്ഞു. വീണ്ടും കിടു സാധനം. ഇത് ഭയങ്കര കേരളാട്ട് കയറിയത്. കറക്റ്റ് ഇത് ഇത്രയും ചെരിഞ്ഞാ പോയത്. ഞാൻ കാണിച്ചു തരാം. ഉളി കയറ്റിയിട്ട് വീണ്ടും ഇതിലിങ്ങനെ ചെരിഞ്ഞത് ഇങ്ങനെ ഈ ആംഗിളിലാണ് ഉളി കയറിപ്പോയി. കണ്ടോ, പുള്ളി എന്നെ കണ്ടിട്ട് റിട്ടേൺ ഓടിയതാ. ഇത്രയും ചെരിവിലാണ് നിൽക്കുന്നത്. കണ്ടോ, അടിപൊളി അടിപൊളി ഇതില് ഓട്ടത്തിലടിച്ചാ എന്തായാലും. അപ്പൊ എന്തായാലും നമ്മുടെ പുതിയ തെറ്റാലിയുടെ രണ്ടാമത്തെ മീനാട്ടോ. പുള്ളി ഇതുകൊണ്ട് പിടിച്ചിട്ട് തന്നായിന്നാ പറഞ്ഞായിരുന്നു എന്തായാലും. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും പെട്ടെന്ന് അടിച്ചാൽ കൊള്ളൂലെന്ന് പറഞ്ഞു. പുള്ളി 2 ദിവസം കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്ത് നടപടിയായില്ല. അപ്പൊ ചേട്ടനൊന്ന് നോക്കിയിട്ട് മതി എന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ പിടിച്ചിട്ടുണ്ട്. അടിച്ചു കളിച്ച ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അതെ, ഫുൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് ഗണ്ണാണ്. ഫുൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത്. നമ്മളിപ്പോൾ ഇതുപോലത്തെ ഗണ്ണ് പണിയാറില്ല. ഫുൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് ഒത്തിരി ടഫാണ് ഇതുപോലത്തെ ഗണ്ണ് പണിയാൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നല്ല ജഗജില്ലി സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ പുലിക്കുട്ടികളിതേ അടിപൊളി. ഇത്രയും ചെരിഞ്ഞ ആംഗിളിലാണ് മീൻ അടി വന്നത്. ഇതുണ്ടോ, വായൊക്കെ പൊളിച്ച് കാണിക്കണ്ട. ഏതായാലും അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ആകെ 2 മീനേ കാണാൻ പറ്റുള്ളൂ. അതിനെ 2 നമ്മൾ അടിച്ചെടുത്തു. പിന്നെ നമുക്കൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വെച്ച് ഫിഷിംഗ് ഒക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനലിൽ നമ്മുടെ പുതിയ തെറ്റാലി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ എല്ലാവരും ഇടണം കേട്ടോ. കാരണം നമുക്ക് കമൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ഒരു സുഖമുണ്ട്. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ആ കമൻറ്റിലൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ മാക്സിമം കമൻറ്റുകൾ ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക്. ഓക്കെ.